നമ്മളിന്ന് ഈ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരുപാടുണ്ട്. പട്ടിണിയുണ്ട്, ദുരിതമുണ്ട്, അസ്തിത്വ പ്രശ്നമുണ്ട്, സാമൂഹ്യ പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. ഇതിൻ്റെ ഇടയിലും തങ്ങളുടെ എന്തോ ഒന്നിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. ഈ ഒരു ലോകത്ത് ജീവിക്കുന്ന പല വിഭാഗം ആളുകളുണ്ട്. നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് ഈ ഫുട്ബോൾ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു എന്നും പിന്നെ പശ്ചിമേഷ്യൻ ലീഗ് മുസ്ലിം ലീഗ് ആണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ച് വർത്തമാനമൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അക്കൂട്ടത്തിൽ ഇത്തരം ചില ആളുകൾ കൂടിയുണ്ട്. ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ഇതും കൂടി കേട്ടു പോകണം, ഇല്ലെങ്കിൽ വലിയ കടുകട്ടിയായി പോകും. കേട്ടോളൂ. ഏലസ് കെട്ടാമോ? എല്ലാ ഏലസും കെട്ടാൻ പാടില്ല. ഏലസിൽ ഖുർആനിന്റെ അക്കങ്ങളും അതിന്റെ അക്ഷരങ്ങളും എഴുതിയിരിക്കുന്ന ഏലസുകളാണെങ്കിൽ അത് കെട്ടാം, ഉറുക്കുകളാണെങ്കിൽ അത് കെട്ടാം. പക്ഷേ ഒരു ഏലസ് നാം കെട്ടിയാൽ കാലാകാലം ഉപയോഗിക്കരുത്. 1 വർഷം അത് കഴിയുമ്പോൾ അത് പുതുക്കി എഴുതി ഇടുക. ഏലസ് കെട്ടാമോ? എല്ലാ ഏലസും കെട്ടാൻ പാടില്ല. ഏലസിൽ ഖുർആനിന്റെ അക്കങ്ങളും അതിന്റെ അക്ഷരങ്ങളും എഴുതിയിരിക്കുന്ന ഏലസുകളാണെങ്കിൽ അത് കെട്ടാം, ഉറുക്കുകളാണെങ്കിൽ അത് കെട്ടാം. പക്ഷേ ഒരു ഏലസ് നാം കെട്ടിയാൽ കാലാകാലം ഉപയോഗിക്കരുത്. 1 വർഷം അത് കഴിയുമ്പോൾ അത് പുതുക്കി എഴുതി ഇടുക. ഉസ്താദ്, അതിനൊരു കാര്യമുണ്ട് ഉസ്താദ്. അങ്ങനെ 1 വർഷം കഴിയുമ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു ഏർപ്പാടിലേക്ക് വെക്കരുത്. കാരണം ഇന്ന് വാഹനങ്ങൾക്കാകട്ടെ മറ്റ് വസ്തുക്കൾക്കൊക്കെ ആകട്ടെ ഒരു എക്സ്റ്റെൻഡഡ് വാറണ്ടി ഉണ്ട്, പിന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, ഇങ്ങനെ വിവിധങ്ങളായ സംഗതിയുണ്ട്. ഈ എഴുതിക്കൊണ്ട് പോകുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരാൾ എഴുതി ഉസ്താദിനെ വന്ന് കണ്ടെഴുതി വല്ല വിദേശ രാജ്യങ്ങളിലാണ് പോകുന്നതെങ്കിൽ 1 വർഷം കഴിഞ്ഞ് ഇതിൻ്റെ ഗ്യാസ് അങ്ങ് പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് വരുന്നതിന് ഒരുപാട് കാശ് ചിലവാകും. അതുകൊണ്ട് ഉസ്താദ് അതിനെ 3 ഫേസായി തിരിക്കണം. ഒന്ന്, 1 വർഷമാകുമ്പോൾ ഇതിൻ്റെ ഊക്ക് പോകുമെന്നുള്ളിടത്ത് ഉസ്താദ് ഉറച്ചു നിന്നു. കാരണം അങ്ങനെ ഉറച്ചു നിന്നെങ്കിലേ, അല്ലെങ്കിൽ ഒരുത്തൻ ഒരു സാധനവും കെട്ടിക്കൊണ്ട് പോയാൽ അവൻ മരിക്കുന്നത് വരെ അതങ്ങ് കെട്ടിക്കൊണ്ട് നടക്കും. എന്ന് മാത്രമല്ല, മരിക്കുമ്പോൾ പിന്നെ വാപ്പാട് ഉറുക്കായിരുന്നു, ഇത് കെട്ടിയതിന് ശേഷം വാപ്പായ്ക്ക് ഒറ്റ കുഴപ്പവും വന്നിട്ടില്ലെന്നും പറഞ്ഞ് മക്കളും എടുത്ത് കെട്ടും. അപ്പോൾ എന്തു ചെയ്യും? ഉസ്താദിൻ്റെ അടുത്തോട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ സംഗതി എന്ന് വെച്ചാൽ അതിന് 1 വർഷം സമയം വെച്ചോ. പക്ഷേ ആ 1 വർഷം അതിൻ്റെ പൂർണ്ണ സംഗതി ആയിക്കഴിഞ്ഞ് ഉസ്താദ് ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് GPay ഉണ്ടാവുമല്ലോ, ആ GPayയിലേക്ക് നിശ്ചിതമായി ഇത്ര തുക അടച്ചാൽ അതിനൊരു എക്സ്റ്റെൻഡഡ് വാറണ്ടി കൊടുക്കണം, ഒരു 2-3 വർഷത്തേക്ക്. ആ വാറണ്ടി പീരീഡും കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻഷുറൻസ് പോലെ എല്ലാ വർഷവും പ്രീമിയം അടച്ച് അത് പുതുക്കുന്നതിനുള്ളൊരു അവസരം ഉണ്ടാക്കണം. കാരണം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉസ്താദ് ഇവിടെ ഇരുന്ന് പുതുക്കി കൊടുത്താൽ മതി. ഉസ്താദ് ഇപ്പോൾ യവൻ വന്ന് ഈ ഉറുക്ക് വാങ്ങിക്കുമ്പം ഞാൻ പറഞ്ഞുതരാം, യവന് വേണ്ടി ഒരു പേജ് തുറക്കണം. എന്നിട്ട് അതിനകത്ത് എവൻ്റെ കാര്യങ്ങളെല്ലാം എഴുതണം, ഇൽമും ലുൽമും എല്ലാം എഴുതണം. ആ ഇൽമും ലുൽമും എല്ലാം എഴുതി വെച്ചിട്ട് അവൻ ഈ നമ്പർ കൊടുക്കണം. ആ നമ്പർ വേണമെങ്കിൽ 786 ഒറ്റ അക്കങ്ങൾ എന്തെങ്കിലും വേണേൽ ഇട്ടോ, കാരണം ഇരട്ട അക്കം ഇതിനകത്ത് ഈ അക്കങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നമ്പർ കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഈ സ്കാൻ കോഡൊക്കെ കിട്ടും, അങ്ങനെ ഒരു സ്കാൻ കോഡ് കൊടുക്കുകയോ ചെയ്തിട്ട് അവനോട് പറയണം ഇത് ഓർത്തിരിക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ഈ 1 വർഷം കഴിയുമ്പോൾ എക്സ്റ്റെൻഡഡ് വാറണ്ടി ഇതിന് കിട്ടുന്നതിന് വേണ്ടി നീ ഈ നമ്പറിനോടൊപ്പം ഇത്ര തുക, അതിപ്പോൾ ഈ ആദ്യം എഴുതുമ്പം വാങ്ങിക്കുന്നതിൻ്റെ 30-40% വരെ വാങ്ങിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒറ്റ ഉറുക്കിന് ഉസ്താദ് 10,000 രൂപയാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻഡഡ് വാറണ്ടിക്ക് ഒരു 3,000-4,000 രൂപ വാങ്ങാം. ആ 4,000 രൂപ വാങ്ങിക്കഴിഞ്ഞാൽ ആ 4,000 രൂപ അയക്കുമ്പോൾ ഈ നമ്പറൂടെ എഴുതിയാൽ ഉസ്താദ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ആ പേജ് തുറന്ന് അതിനകത്ത് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഊതുന്ന സാധനം എന്തെങ്കിലും ചെല്ലി ഫൂ എന്ന് അതിനകത്തോട്ട് ഊതുന്ന വേണമെങ്കിൽ ഒരു ക്ലിപ്പ്, അതിനൊക്കെ ഇപ്പോൾ പിള്ളേർ ഇഷ്ടം പോലെ കിട്ടും, അതുകൂടെ എടുത്തു വെച്ചാൽ ആ പേജിലേക്ക് ഊതി അത് റീചാർജ് ചെയ്തതായി അവനെ അറിയിക്കണം. എന്നിട്ട് അതിങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ പോകുന്നവൻ ചിലപ്പോൾ ഒരു പോക്കായിട്ട് അങ്ങ് പോകത്തില്ല. അവൻ ഈ 1 വർഷം കഴിയുമ്പം ഈ സാധനത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ 365 ദിവസം കഴിയുമ്പോൾ അവനൊരു ഗ്യാസ് അളവും. അപ്പോൾ പെട്ടെന്ന് തന്നെ അവന് ഉസ്താദിൻ്റെ ഓർമ്മ വരും, വയറ് പെരുകി വരുന്ന പോലെ അവന് തോന്നും. അങ്ങനെയുള്ളവരാണല്ലോ അങ്ങോട്ട് വന്ന് ചാടിത്തരുന്നത്. അവരെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒപ്പിക്കും, അവന് ഉസ്താദ് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ അവിടുന്ന് ലീവ് കിട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ വരാനും ഒന്നും നോക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അവർ പോട്ടെന്ന് വെക്കും. എന്ന് മാത്രമല്ല, ഇനി ഉസ്താദിനെ പോലുള്ള വേറൊരാൾ അവിടെ കാണാൻ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കാണുമ്പം ഞാൻ റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് അങ്ങോട്ടങ്ങ് ചെല്ലും. ചിലപ്പോൾ അവൻ്റെ ഗ്യാസ് അങ്ങ് പോയാൽ പിന്നെ ആ പുള്ളി ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് വിട്ട് അവൻ്റെ അടിമയായിട്ട് മാറും. അതുകൊണ്ടൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇത് ഉസ്താദ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നല്ലൊരു കൺസൾട്ടൻറ്റിനെ വെച്ച് ഇതിനെ ടോട്ടലായിട്ട് പ്ലാൻ ചെയ്യണം. എനിക്കിതിൻ്റെ കൺസൾട്ടൻസി ഇഷ്ടമാണ്. ഉസ്താദ് ആവശ്യപ്പെട്ടാൽ ഞാൻ ഈ സംഗതി
ഈ ALS എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ അതിനെയൊക്കെ അങ്ങനെ അങ്ങ് മാറ്റിയിട്ട് ALS മാനേജ്മെൻറ്റ് ഡേറ്റ ഡ്രിവൺ സിസ്റ്റം ഓഫ് ഖുറാൻ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കി EQSMA എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് പെട്ടെന്ന് ഓർത്തപ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്തു വേണം ആളുകളോട് ചെയ്യാൻ. എങ്കിലേ നമ്മൾ കാലത്തോട് നീതി പുലർത്തിപ്പാനൊക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും ഉസ്താദ് ഇത് ചെയ്യണം, ഇത് പുതുക്കി കൊടുക്കണം. ആ പുതുക്കി കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള ഡേറ്റ ഡ്രിവൺ മെക്കാനിസത്തിലൂടെ കുറഞ്ഞ എഫേർട്ടിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും, പണ്ട് ഉസ്താദ് ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരാളിനെ കൊല്ലണമെങ്കിൽ കൈകൾ ഇങ്ങനെ തുടച്ച് യാദൽ ജലാലി വല്ലിക്റാം യാദൽ ജലാലി വല്ലിക്റാം എന്ന് പറയും. അതൊക്കെ ഒരു പ്രായോഗിക സംഗതിയാണ്. കാരണം അവരിവിടെ വരാനൊന്നും പറയുന്നില്ല. എവിടെങ്കിലും നിന്ന് ഇതുപോലെ തുടച്ചാൽ മതി. ഇങ്ങനെ തുടയ്ക്കുമ്പം ഇതാവുന്നത് പോലെ ഈ ALSൻ്റെ വിഷയത്തിലും ഇതുപോലൊരു സംവിധാനം ഉസ്താദ് ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഉസ്താദിൻ്റെ അനുയായികളും അസ്മാദികളും ഉറപ്പായിട്ടുണ്ടാവും. അവർ ഉസ്താദിനെ സഹായിക്കണം. ഇത് വളരെ പെട്ടെന്ന് പ്രായോഗികമാക്കി ആ ക്ലിപ്പ് പുറത്തുവിടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാനും കാത്തിരിക്കുന്നു.